ബന്ധം അവസാനിച്ചിട്ടും ആ ബന്ധത്തിന്റെ പുറകെ തന്നെ ആരും അറിയാതെ പാഞ്ഞു പോകുന്നവർ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അവര് പോലും പുറമെ പറയുന്നത് ഞാൻ ആ ബന്ധത്തിൽ നിന്ന് മോണായി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ അതിൽ ഇപ്പോ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാടൊക്കെ അകലെയാണ് എന്ന് പറയും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവര് സ്വയം നിരാശരാകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷവും ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നമ്മുടെ എക്സിന്റെ സ്റ്റോറീസ് ഒക്കെ പോയിട്ട് ഒബ്സസീവ്ലി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, അവരുടെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രഹസ്യമായിട്ടൊക്കെ കുറെ പ്രൊഫൈലിലൊക്കെ കയറുന്നു, മറ്റുള്ളവരോട് കാര്യങ്ങൾ തിരക്കുന്നു, ഏത് സമയവും അവരുടെ അപ്ഡേറ്റ്സ് അറിയണം എന്ന് തോന്നുന്നു, ആ രീതിയിൽ അവരെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ബന്ധത്തിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥ രീതിയിൽ ഹീൽ ചെയ്തിട്ട് മൂവ് ഓൺ ആയി എന്നതിന്റെ ലക്ഷണമൊന്നും അല്ല. എക്സസീവ്ലി നിങ്ങൾ നോക്കുന്നുണ്ട്, പലപ്പോഴും ഒന്ന് ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എക്സസീവ്ലി നിങ്ങൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആയതിന്റെ അടയാളമല്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളായിട്ട് ചെന്നിട്ട് ആ ബന്ധത്തെ വീണ്ടും റീവർക്ക് ചെയ്തെടുക്കാനോ റീസ്റ്റാർട്ട് ചെയ്യാനോ പറ്റാത്തത് കൊണ്ട് മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക, വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള വേയിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് പാർട്ട്ണറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം ടെക്നിക്സും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മനസ്സുകൊണ്ട് അവർ തിരിച്ചു വരുന്നത്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ അവർ മടങ്ങിയെത്തിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനുള്ള ഒരു നിരാശയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും അതിന്റെ പിന്നാലെ ലോജിക് ഉണ്ടോ എന്നൊന്നും നോക്കാതെ വൈകാരികമായിട്ട് പായുന്നതായിട്ടും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ. അപ്പൊ അതും മോൺ ആയതിന്റെ ലക്ഷണമല്ല. അതായത് ആ വ്യക്തി തിരിച്ചു വരണം, ആ വ്യക്തിയുടേതായ തിരിച്ചറിവ് കൊണ്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതും പ്രോപ്പർ ആയിട്ട് ഹീൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് പറയും, ഞാനൊന്നും ബോധർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഓക്കെ അൺബോധേർഡ് ആണ് എന്ന് വെച്ചാൽ നമുക്കൊരു ഹൈ വാല്യൂ ഉണ്ട് എന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിച്ചാലും എന്നെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ വെറുതെ പുറമേ നടിക്കും, അകമേ കരഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പറയാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ അവിടുന്ന് മൂവ് ഓൺ ആയിട്ടുമില്ല. പ്രോപ്പർ ആയിട്ട് ഹീൽ ചെയ്ത് തന്നെ നമ്മൾ അവിടുന്ന് മാറി വരണം. അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. മറ്റു വ്യക്തി നമ്മൾ ഈ പുറമേ നടിക്കുന്ന കാര്യങ്ങൾ കാരണം തന്നെ മൂവ് ഓൺ ആയി പോയിട്ടുണ്ടാകും. ഒന്നുകൂടി അവസരം വേണമെങ്കിൽ അത് ചോദിച്ച് തന്നെ വേണം നിങ്ങൾ വാങ്ങാനായിട്ട്. അല്ലാതെ നിരാശരാക്കുന്ന പല പല പ്രവണതകളിലേക്കും പല പല രീതികളിലേക്കും ഒന്നും പോകാതിരിക്കുക. നമുക്കത് പറ്റില്ല എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാൻ തന്നെ നോക്കുക. അല്ലാതെ ആ വ്യക്തി മാറി നമ്മളെ വീണ്ടും ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വെച്ചിട്ട് മാത്രം ഒരു ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കരുത്. അത് വലിയ നിരാശയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും.